ദിവസത്തേക്ക് കാണുമെന്ന് പറഞ്ഞു. അവൻ എന്തിനാന്ന് എന്നെ കണ്ട ശേഷം ഒരു പെണ്ണിൻ്റെ മാല മോഷ്ടിച്ച് വന്നിട്ടല്ല നീ ഖത്തറിന്ന് വന്നിട്ട് ഇന്ന ദിവസം നീ മാല മോഷ്ടിച്ച് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചതിൽ കുറച്ച് വഷളായി. ഇവരോടെല്ലാം പറഞ്ഞാൽ ഓക്കെ ഒന്ന് വെരിഫിക്കേഷൻ സ്റ്റേഷനിൽ അങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ ഇറങ്ങുന്നത് 54 ദിവസം കഴിഞ്ഞിട്ട്. പ്രവാസ ജീവിതത്തിനിടയിൽ 15 ദിവസത്തെ അവധി, മകളുടെ വിവാഹം, മകൻ്റെ തുടർ പഠനം, ഒരുപിടി സ്വപ്നങ്ങളുമായി നാട്ടിലേക്കെത്തിയ താജുദ്ദീനെ കാത്തിരുന്നത് പക്ഷേ മറ്റൊരു വിധിയാണ്. 2018 ജൂലൈ 5 വിവാഹ തിരക്കുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്ന താജുദ്ദീനെ കാത്തിരുന്നത് ഒരു വണ്ടി പോലീസ്. മനസാവാച അറിയാത്ത മാല പൊട്ടിക്കൽ കുറ്റം തലയിൽ അടിച്ചേൽപ്പിച്ചു ചക്കരക്കൽ പോലീസ്. മുഖം തിരിച്ചറിയാത്ത CCTV ക്യാമറയിലെ ദൃശ്യമാണ് പോലീസ് വലിയ തെളിവായി മുന്നോട്ട് വെച്ചത്. പിന്നെ കുറ്റം തെളിയിക്കാൻ കസ്റ്റഡിയിൽ 3-ാം മുറ. നിങ്ങൾ CCTV കണ്ടിരുന്നു? ഇല്ല, എനിക്ക് കാണിച്ച ഈ പിടിക്കുന്ന സമയത്ത് അവർ കാണിച്ചു. പെട്ടെന്ന് ഞാനും ഷോക്കായി പോയി. എന്നുവെച്ചാൽ അത് ബ്ലറായിട്ടുള്ളൊരു പിക്ചറായിരുന്നു. ബ്ലറിലിപ്പോൾ നമ്മളെ നമുക്ക് കറക്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ മീശയിലുണ്ടെങ്കിൽ മീശ കുറച്ച് തടിച്ചും മറ്റെല്ലാം കാണാൻ. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്നെ പോലെ തന്നെ കണ്ടു. ഞാൻ ഇതൊന്നും എൻ്റെ ഫോട്ടോ എടുത്ത് തന്നെ അങ്ങനെ ചോദിച്ചു പോയിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചത് ഭാര്യയും ഏകദേശം കൺഫ്യൂഷനാണ്. ക്ലിയർ പിക്ചറല്ല, ഒരു വ്യക്തിയുടെ ക്ലിയർ പിക്ചറല്ല, ബ്ലറായിട്ടുള്ള പിക്ചറാണ്. CCTVയിൽ നിന്ന് ഫോക്കസ് ചെയ്തെടുത്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാമല്ലോ. വിദേശത്തേക്ക് തിരിച്ചു പോകാനാവാഞ്ഞതോടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ഒന്നൊന്നായി കെട്ടിപ്പൊക്കിയതെല്ലാം കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു താജുദ്ദീന്. എല്ലാം നഷ്ടപ്പെട്ടതോടെ അഭിമാനം തിരിച്ചു പിടിക്കാൻ നിയമ പോരാട്ടത്തിനിറങ്ങി. സാധ്യമായതെല്ലാം ചെയ്തതോടെ പുനരന്വേഷണം. ഇതിൽ മാല പൊട്ടിച്ചത് മറ്റൊരാളാണെന്ന് തെളിഞ്ഞു. പിന്നീട് ഹൈക്കോടതിയിൽ നീതി തേടി നിയമ പോരാട്ടം. ഒടുവിൽ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ പറഞ്ഞ് കോടതി ഉത്തരവ്. ഈ കാലമൊക്കെയും കള്ളൻ്റെ മക്കൾ എന്ന പേരേറ്റുവാങ്ങി നീറിക്കഴിഞ്ഞു താജുദ്ദീൻ്റെ കുട്ടികൾ. അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു പീരീഡിൽ കഴിഞ്ഞു. 54 വർഷം ജയിലിൽ കിടക്കുന്ന ഒരു ഉപ്പാനെ ജയിലിൽ പോയിട്ട് കാണുന്ന നേരം ബെയിലി കിട്ടിയിട്ടില്ല ഉപ്പ എന്ന് പറയുന്നവർ ഉണ്ടാകുന്നവരുള്ള എൻ്റെ ഒരു നിസ്സായ അവസ്ഥയില്ല. ഒരുപാട് അനുഭവങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായെങ്കിലും കുറ്റക്കാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. ഇവർക്കെതിരെ നിയമ പോരാട്ടം തുടരാനുറച്ച് മുന്നോട്ടു പോവുകയാണ് താജുദ്ദീൻ.